ഭൂഗോളത്തിൻ്റെ ഇച്ചിരിപ്പിടിയോളം ഭാഗത്തിൻ്റെ ആജീവനാന്ത അവകാശിയായി തീർന്നതോടെ ഭാവി ജീവിതം സുരക്ഷിതമായി എന്ന് ദൃഢമായി തന്നെ വിശ്വസിച്ചു. സംഭവം 2 ഏക്കർ തെങ്ങും പറമ്പാണ്. നന്നാക്കി സ്റ്റൈലാക്കാൻ കഴിയുന്ന ഒരു പഴയ വീടുമുണ്ട്. തേങ്ങ വിറ്റ് എല്ലാ ജീവിതാവശ്യങ്ങളും നേടാം. കുറേ മാവുകളും 2 വരിക്കപ്ലാവുകളുമുണ്ട്. വീട്ടാവശ്യത്തിനുള്ള വിറക് പറമ്പിൽ നിന്ന് കിട്ടും. പുരാതനമായ ഒരു കിണറുമുണ്ട്. നല്ല വെള്ളം സുലഭം, മിനറൽ വാട്ടർ. ആകെ കൂടി ജീവിതം പരമസുഖമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്തു പറയാൻ, ഭൂഗോളത്തിൻ്റെ ഇച്ചിരി പിടിയോളം കഷ്ണം വാങ്ങിയ വില മുഴുവനും തീരാധാരത്തിൽ കാണിച്ചതിനാൽ ഭീമമായ സംഖ്യയ്ക്ക് മുദ്രപത്രങ്ങൾ വാങ്ങിക്കേണ്ടി വന്നു. അതായത് വലിയ ഒരു സംഖ്യ നിലവിലുള്ള ഗവൺമെൻറ്റിന് കൊടുത്തു എന്നർത്ഥം. ഭൂവുടമയ്ക്ക് ഗവൺമെൻറ് എല്ലാവിധ സംരക്ഷണവും നൽകേണ്ടതല്ലേ. വീട്ടുനികുതിയും പറമ്പിൻ്റെ നികുതിയും കൊടുക്കുന്നുണ്ട്. തീ പിടിച്ച വിലയ്ക്ക് വാങ്ങിയ കഷ്ണം ഭൂമിയുടെ എല്ലാ ഉടക്കുകളും തീർത്തിട്ടുമുണ്ട്. മുന്നാധാരങ്ങളെല്ലാം സഭദ്രം പെട്ടിയിലിരിക്കുന്നു. ഭൂഗോളത്തിലെ ഈ 2 ഏക്കർ സ്ഥലത്തിന് ക്ഷീരപഥത്തിലോ സൗരയൂഥത്തിലോ അണ്ഡകടാഹത്തിലോ പ്രപഞ്ചങ്ങളിലോ മറ്റാർക്കും തന്നെ യാതൊരു അവകാശവുമില്ല. ഈ സംഗതി നാട് ഭരിക്കുന്ന ഗവൺമെൻറ് ഉറപ്പ് തന്നിട്ടുള്ളതുമാണ്. എന്നാൽ ഇവിടെ തെങ്ങുകളും മാവുകളും പ്ലാവുകളും മാത്രമല്ല, പേരകളും കശുമാവുകളും മുരിങ്ങകളും പുളികളും പപ്പായകളും സപ്പോട്ട മരങ്ങളുമുണ്ട്. പിന്നെ ആറ്റമരങ്ങളും റുമാൻ മരങ്ങളും കൂടാതെ തേക്കുകളും പൈൻ മരങ്ങളുമുണ്ട്. ഗോൾഡൻ ചെമ്പകവുമുണ്ട്. മാങ്കോസ്റ്റീൻ വൃക്ഷങ്ങളും. മുറ്റത്തിൻ്റെ അതിരുകളിൽ പൂച്ചെടികൾ, പനിനീർ ചെമ്പകങ്ങൾ, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മറ്റ് ചെടികൾ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിച്ച് 2 ഏക്കർ പറമ്പിൻ്റെ 4 വശവും ഭദ്രമായി മുള്ളുവേലി കെട്ടിച്ചിട്ടുണ്ട്. അടച്ചുറപ്പുള്ള ഇരുമ്പ് ഗേറ്റും. ഗേറ്റിൻ്റെ 2 വശവും വെള്ളയും ചുവപ്പുമായി പുഷ്പിച്ച് പന്തലിച്ച് നിൽക്കുന്ന ബോഗൺവില്ല. ഗേറ്റ് മുതൽ മുറ്റമാകെ വെള്ള മണൽ. പറമ്പിനും വീടിനും മറ്റും പൊതു കാവൽക്കാരനായി ഒരു ഉശിരൻ നായയുമുണ്ട്, ഷാൻ എന്ന പേരിൽ. പിന്നെ ആശ്രിതരായ കോഴികൾ, പശുക്കൾ, ആടുകൾ, പൂച്ചകൾ ഇവരെല്ലാവരുമായി ഒത്തൊരുമപ്പോടെ കഴിഞ്ഞു വരുന്നു. മക്കളുടെ മക്കളും ഭാര്യയുമുണ്ട്. എല്ലാവരുടെയും സുഖസമ്പൂർണമായ സുരക്ഷിത ജീവിതം തേങ്ങകളെ ആശ്രയിച്ചാണ്. തേങ്ങകൾ, മനസ്സിലായോ? തേങ്ങകൾ, അതാണ് കഥ. തടം കോരിച്ച് തെങ്ങുകൾക്കും മറ്റും വേണ്ടത്ര വളം, ഉപ്പും കുമ്മായവും സഹിതം ഇട്ടിട്ടുണ്ട്. വളരെ കാലം ശരിക്ക് ആഹാരം കിട്ടാതെ നിന്ന തെങ്ങുകൾ നല്ലവണ്ണം കായ്ക്കാൻ തുടങ്ങി. തിങ്ങി നിറഞ്ഞ് 10ഉം 20ഉം കരിക്കുകൾ കുലകളിൽ. തെങ്ങുകളിലേക്ക് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സ് കുളിർത്തു, മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കും. തേങ്ങയ്ക്ക് വില കൂടിക്കൂടി വരുന്ന കാലവുമാണ്. വിളയട്ടെ. അങ്ങനെ പകലുകളിലൂടെ സന്തോഷസമേതം ജീവിച്ച് വരുമ്പോൾ തീരാധാരങ്ങളെയും മുള്ളുവേലികളെയും ഷാനെയും ഗവൺമെൻറ്റിനെയും പ്രപഞ്ചങ്ങളിൽ ആരെയും മാനിക്കാത്ത ഒരു കൂട്ടർ പ്രത്യക്ഷപ്പെടുന്നു. ഇവർക്ക് ഈ സ്വകാര്യ സ്വത്തായ 2 ഏക്കർ സ്ഥലത്ത് എന്തവകാശം? ആദ്യമായി കണ്ടത് പക്ഷികളെയും ചിത്രശലഭങ്ങളെയുമാണ്. എത്ര തരം പക്ഷികൾ, എത്ര ചിത്രശലഭങ്ങൾ! പക്ഷികൾ വൃക്ഷക്കൊമ്പുകളിലും ചെടികളിലും വന്നിരുന്നു ശബ്ദമുണ്ടാക്കുന്നു. ചിത്രശലഭങ്ങൾ പല നിറങ്ങളിലുമായി വെയിലിൽ പ്രകാശിച്ച് മുറ്റത്തായി പറക്കുന്നു. ഓർക്കുമ്പോൾ ഇതെന്ത് ന്യായം? ഇവരെന്തിനിവിടെ വന്നു? ആദിപുരാതനമായ എന്തോ ഒരവകാശം മാതിരിയാണ് ഈ ഭൂഗോളത്തിൽ മനുഷ്യവർഗം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിവിടെയുണ്ട് എന്ന ഭാവം. പക്ഷികളെയും ചിത്രശലഭങ്ങളെയും ആട്ടി ഓടിച്ചില്ല. എന്നാൽ കാക്കകൾ, അവർ അടുക്കളയിൽ കയറി ആഹാര സാധനങ്ങൾ കട്ടുകൊണ്ടു പോകുന്നു. 2 കാക്കകൾ ആരുടെ അനുവാദം വാങ്ങാതെ 2 തെങ്ങുകളിൽ കൂട് വച്ചിട്ടുമുണ്ട്. മുട്ടകളിട്ടിരിക്കുന്നു. മറ്റു പക്ഷികളുടേതിനേക്കാൾ കാക്കകളുടെ കരച്ചിൽ ലേശം അസഹനീയമാണ്. പോരെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിക്കൊണ്ടു പോകുന്നു. അതേ ഉദ്ദേശത്തോടെ പരുന്തുകളുമുണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ തെങ്ങുകളിൽ കാവലിരിക്കുന്നു. കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വേറൊരു പക്ഷിയുമുണ്ട്. മാവിൻ്റെ കൊമ്പിലാണ്. എറളാടൻ എന്ന് പറയുന്ന എറിയൻ. ഇല്ലിക്കൂട്ടങ്ങളിൽ കീരികളും കുശാൽ. കോഴികളെ സാപ്പിടാൻ ഇല്ലിക്കൂട്ടത്തിനടുത്തുള്ള കാട്ടിൽ കുറുക്കന്മാരും